ശ്രീ സി വി പാപ്പച്ചൻ നമസ്കാരം. ചാത്തുണ്ണി മാഷിന്റെ പരിശീലനത്തിൽ ഒരുപാട് വലിയ പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനപൂർവ്വമാണ് നമ്മൾ ആ ഓരോ പേരുകളും പറയുന്നത്. കൂട്ടത്തിലാണ് ഈ സി വി പാപ്പച്ചൻ എന്ന പേരും പറയാൻ മലയാളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയാണ് അനുഭവം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹവുമായിട്ടുള്ള? തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ചാത്തുണ്ണി സാറിനെ കാണുന്നത്. അന്ന് ഞാൻ പറപ്പൂർ സ്കൂളിൽ നിന്ന് റൂറൽ ഡിസ്ട്രിക്ട് കളിക്കാനായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ അന്ന് എൻ്റെ ആ ടീമിന്റെ സെലക്ടറായിരുന്നു ചാത്തുണ്ണി സാർ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പിന്നീട് ഞാൻ കേരളമ്മ കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ രണ്ടാമത്തെ തവണ എനിക്ക് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും കോച്ചിങ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് ഞങ്ങളുടെ കേരള പോലീസിന്റെ 90 ഫെഡറേഷൻ കപ്പിന് മുമ്പായിട്ട് 2 മാസം മുമ്പ് അദ്ദേഹം ജോയിൻ ചെയ്ത് ഞങ്ങളെ ആ സമയത്ത് ഫെഡറേഷൻ കപ്പിലേക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ആദ്യപടി നില പോലെ ഞങ്ങള് കൈ പിടിച്ച് ഉയർത്തി വന്ന ഒരു കോച്ചാണ് ചാത്തുണ്ണി സാറ്. അന്ന് തൃശ്ശൂർ നടക്കുമ്പോൾ ഞങ്ങൾക്കും പ്രതീക്ഷയില്ല, കോച്ചിനും പ്രതീക്ഷയില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു ഊർജ്ജത്തിന്റെ ഭാഗമായിട്ട് എനർജി കിട്ടി. ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ അതിന്റെ കളിക്കാരോടുള്ള ഒരു സ്നേഹത്തോടുള്ള ഒരു മനോഭാവം എല്ലാവരോടും വളരെ കോച്ചായിട്ടല്ല നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ ആവശ്യങ്ങളും നമ്മൾക്ക് തന്ത്രങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ വിൻ ചെയ്തു. ഞങ്ങൾ ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്തു. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഞാൻ കേരള പോലീസിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രൊഫഷണൽ കോച്ചായിട്ട് മാറാൻ സാധിച്ചത്. അത് നിങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറി പിന്നെ സാലഗോക്കറിൽ പോയിരുന്നു. സാലഗോക്കർ, മോഹൻ ബഗാൻ, ചർച്ചിൽ പ്രദേശ്, MRF അങ്ങനെ നിരവധി അതിന് പ്രൊഫഷണൽ ക്ലബ്ബിൽ കളിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് അവിടെ ഉണ്ടായിരുന്നുണ്ട്. കാരണം കേരള പോലീസിന്റെ അതെ, തീർച്ചയായിട്ടും. പിന്നീട് അദ്ദേഹത്തിന് പല അവാർഡുകളും ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പക്ഷെ ഒരു കോച്ച് നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വളരെ കളിക്കാരൻ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കളിക്കാരൻ എന്ന നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറയണമെങ്കിൽ ഒരു ദിവസം നമുക്ക് കാണാനുള്ള അത്രയും ഒരു ശേഖരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തെ കളിച്ചതും അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചവരുടെയും എന്താ പറയാ നമുക്ക് അദ്ദേഹത്തിന്റെ 2 റൂം മനസ്സിലാവും എത്രമാത്രം അദ്ദേഹത്തിന് ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്നു, എത്രമാത്രം അയാൾക്കൊരു എന്താ പറയാ അത്രയും സ്നേഹത്തോടു കൂടിയായിരുന്നു കളിക്കാരോടൊക്കെ ബിഹേവ് ചെയ്തിരുന്നത്. എല്ലാ കളിക്കാരും അദ്ദേഹത്തിന് ഇന്ന് സുഹൃത്തുക്കളായിട്ടിരിക്കുന്നുണ്ട്. അതിൽ സുഹൃത്തായിരുന്നു ഞാനും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ഉപയോഗം നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ കഴിവുകളും കാണാനൊന്നും നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കോച്ച് എന്ന നിലയ്ക്ക് എനിക്കൊക്കെ വളരെയധികം അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കോച്ചാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉപയോഗം നമുക്ക് ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ്. ഒരുപാട് നന്ദി. ഒപ്പം ചേർന്നതിന്